ലോക എന്ന് പറയുന്ന സിനിമയിൽ ജെയ്ക്സ് ബിജോയ് എനിക്ക് അങ്ങനെ ഒരു സാധ്യത തന്നു. അനുരാധ മാം പാടിയ പാട്ടൊക്കെ അതിൽ പെട്ടതാണ്. ആ കൊറിയൻ ഭാഷയിൽ എഴുതുമെന്നാണ് ആ കുട്ടി എന്നോട് ചോദിക്കുന്നത്. എനിക്ക് മലയാളം തന്നെ മര്യാദയ്ക്ക് എഴുതാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും എന്നെ വിളിക്കുന്നത് തന്ത വൈബ് എന്നാണ്. ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, നിന്റെ തൊട്ട് നോട്ടം, നീ എന്നെ തൊടുന്നത് ഇഷ്ടമല്ല, നീ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. മോഹൻ സിത്താരയുടെ സംഗീതം വരുമ്പോൾ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ. ഇതെങ്ങനെ മറികടക്കുന്നു എന്ന് ഒരുപാട് നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. ഞാനൊരു ദിവസം പി ജയചന്ദ്രനായിട്ട് ഗായകൻ നമ്മളോടൊപ്പം ഇല്ല, ജയേട്ടനായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ജയേട്ടൻ എപ്പോഴും ഭാസ്കരൻ മാഷ്ട വലിയ ആരാധകനാണ്. അപ്പോൾ ഭാസ്കരൻ മാഷ്ട അരമുറിക്കരിക്കൊത്ത മാനവ ഹൃദയം അലയാഴിയേക്കാൾ അതിനാഴം, അത് കേട്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ജയേട്ടൻ ഒരു രാത്രി 12:30 മണിയായിട്ടുണ്ടാവും, ഞാൻ കിടന്നിരുന്നു, എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെയും കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ എക്സൈറ്റഡ് ആവുന്ന ആളാണ്, ഒരു വരിയിൽ എക്സൈറ്റഡ് ആവുന്ന ആളാണ്, വരിയിൽ എക്സൈറ്റഡ് ആവുന്ന ഗായകനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാട്ടെഴുത്തുകാരൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹം എന്ന് പറയാറുണ്ട്. അപ്പം എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ട് ഭാസ്കരൻ മാഷെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ദിവസം ജയേട്ടന് പറഞ്ഞു, ചേട്ടൻ നിങ്ങളിങ്ങനെ പറയല്ലേ, കാരണം എന്താ വെച്ചാൽ ഞാൻ അപ്പുറത്തൊരു പാട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്, പേടിച്ചിട്ട് പേന പോലും എഴുതാൻ വേണ്ടി പൊന്തുന്നില്ല, ആ അവസ്ഥയാണെന്നുള്ളൂ. അപ്പോൾ ജയേട്ടൻ പറഞ്ഞു, അതാലോചിച്ചിട്ട് കാര്യമില്ല, ഞാൻ പാടാൻ നിൽക്കുമ്പോൾ മഹാന്മാരായിട്ടുള്ള ഗായകരെ ആലോചിച്ചാൽ പോയില്ലേ, താനത് ചിന്തിക്കണ്ട, ആ ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് അതങ്ങോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്ലൈഡ് ആർട്ടാണ്. അപ്പോൾ നമ്മളിത് ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ സംഗീത സംവിധായകനോ ഉണ്ടാവും, അവരാണ് അവിടെ നിശ്ചയിക്കുന്നത്, അവർക്ക് വേണ്ടതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കുറെ കൂടി എളുപ്പമാണ്, ചോയ്സ് അവരുടെയാണല്ലോ. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ ആ സമയത്ത് പരിമിതി നമ്മൾ ആലോചിച്ചിട്ടില്ല, ഉള്ള പരിമിതിയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ പോകുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഈ സംവിധായകരുടെയും സംഗീത സംവിധായകരുടെയും ആസ്വാദകരുടെയും കാരുണ്യത്താൽ ഈ വണ്ടി മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. നമ്മളീ പറയുന്ന ആ വലിയൊരു ഇത് നമ്മുടെ ഉള്ളിലില്ലാതിരിക്കില്ല. മാത്രമല്ല അത്തരം പാട്ടുകളോടുള്ളൊരു ഇഷ്ടമുണ്ടോ എന്ന് വിചാരിച്ചോളൂ. ആ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മരുമകൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞ്, ഒരു ഫ്രണ്ടിന് പാട്ട് എഴുതാൻ പറഞ്ഞ് ഫോൺ കൊടുത്ത്, 8ലോ 9ലോ പഠിക്കുന്നവരാണ്. ആ കുട്ടി പാട്ട് എഴുതും, അങ്കിൾ പാട്ട് എഴുതുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊറിയൻ ഭാഷയിൽ എഴുതുമെന്നാണ് ആ കുട്ടി എന്നോട് ചോദിക്കുന്നത്. എനിക്ക് മലയാളം തന്നെ മര്യാദയ്ക്ക് എഴുതാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും എന്നെ വിളിക്കുന്നത് തന്ത വൈബ് എന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു ജെൻസിയോ ജെന്നാൽഫയൊക്കെ നോക്കുമ്പോൾ ഞാൻ തന്ത വൈബാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നിട്ട് ജെൻസിയോ ജെന്നാൽഫയോ എനിക്ക് എത്ര കണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് സംശയമാണ്. അത് അഡ്രസ്സ് ചെയ്യുന്ന പാട്ടെഴുത്തുകാർ നിരവധി ഉണ്ട്, അവരത് വൃത്തിയായിട്ട് ചെയ്യുന്നുമുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ പുതുക്കുക എന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും. ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ എൻ്റെ രീതിയിൽ പുതുക്കുന്നുണ്ട്. എൻ്റെ രീതിയിൽ പുതുക്കുമ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ രീതിയിൽ പുതുക്കണമെങ്കിലും ഒരു സിനിമാ പാട്ടെഴുത്തിൽ എൻ്റെ രീതിയിൽ പുതുക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പാട്ട് എനിക്ക് വരുമ്പോൾ, അങ്ങനെ ഒരു ചലഞ്ച് എനിക്ക് വരുമ്പോഴാണല്ലോ ഞാൻ പുതുക്കുന്നത്. ഇപ്പം എൻ്റെ കവിതയിൽ എനിക്ക് പുതുക്കാം, പാട്ടിൽ പുതുക്കുമ്പോൾ, ചലച്ചിത്രഗാനത്തിൽ പുതുക്കുമ്പോൾ എൻ്റെ രീതിയിൽ വരുമ്പോഴാണ് പുതുക്കണം. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു അവസരം വന്നത് ലോക എന്ന് പറയുന്ന സിനിമയിൽ ജെയ്ക്സ് ബിജോയ് എനിക്ക് അങ്ങനെ ഒരു സാധ്യത തന്നു. ജെയ്ക്സ് ബിജോയ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും ഡൊമിനിക് അരുൺ ആണെങ്കിലും. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാനമാണ്, സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ ഈ ഇങ്ങനെ റീറെക്കോർഡിങ്ങുകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അങ്ങനെയുള്ള ബിറ്റ് സോങ്സ് ധാരാളം വരുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിലൊരു ആ ക്യാരക്ടറിൻ്റെ ഒരു പഴയ കാലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സൗണ്ടിങ് വൈസ് മലയാളമല്ലാത്ത എന്നാൽ മലയാളം എന്ന് തോന്നുന്ന ഈ ഫോക്ക് ഭാഷകൾ എല്ലാം എന്തെങ്കിലും ചെയ്യാമോ എന്ന് ജെയ്ക്സ് എന്നോടൊരു ഇത് ചോദിക്കുകയാണ്. എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ എനിക്കും അത് പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഏറ്റെടുത്തു. അതൊരു വലുതെന്ന് പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എഫേർട്ടായിരുന്നു. കാരണം പണിയർ കുറിച്ചിയർ തുടങ്ങിയിട്ടുള്ള
ആ സമൂഹങ്ങളിലെ ഗോത്ര സമൂഹങ്ങളിൽ അവർ സംസാരിക്കുന്ന ഭാഷകളുടെ എടുത്തൊരു പാട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചലഞ്ച്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചു പോയത്. അങ്ങനെ എടുത്തു. അപ്പോൾ ഈ വാക്കുകൾ ആദ്യം കിട്ടണം. അങ്ങനെ വാക്കുകൾ അറിയുന്നവരോട് ചോദിച്ചു. ഇപ്പോൾ നമുക്ക് നെറ്റിലും അങ്ങനെ വാക്കുകളോ അർത്ഥങ്ങളോ ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യം കുറേ വാക്കുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കി. ഇതിൽ നിന്ന് അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ അർത്ഥം വരുന്ന വാക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വാക്കുകളെ ഉണ്ടാക്കി. പിന്നെ ഇതൊരു മീറ്റർ തന്നിരുന്നു. ആ മീറ്ററിനനുസരിച്ച്, ആ സൗണ്ടിങ്ങിനനുസരിച്ച് ആ വാക്കുകളെ ഇട്ട് ഒരു അർത്ഥം ഉണ്ടാക്കുന്ന, ഇതൊരു പൂർണ്ണമായിട്ടുള്ള കവിത എന്ന് പറയാൻ പറ്റില്ല, അവിടെ അപ്ലിക്കേഷൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഒരു വാക്കുകളെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പാട്ടുകൾ ഉണ്ടാക്കി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഇതിൻ്റെ അതിൻ്റെ വെർബ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല, ക്രിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് മലയാളം കൂടി ചേർത്തു. ഇപ്പം മണിപ്രവാളം എന്ന് പറയുന്ന രീതിയിൽ സംസ്കൃതവും മലയാളം കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ മോയിൻകുട്ടി വൈദ്യരെ പോലുള്ളവരോ അവരൊക്കെ എഴുതുമ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പോൾ മുറുകിക്കോട് എന്ന് എഴുതിയിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യർ. മുറുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി എന്നൊരർത്ഥമുണ്ട്, കോട് അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ മലയാളം കൂടി, ഇപ്പോൾ ഫുൾ കൈ ഷർട്ട് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷും മലയാളം കൂടിയിട്ടാണ്. ആ രീതിയിൽ മലയാളം ഇതിലേക്ക് ഇടയ്ക്ക് ചേർത്ത് ഈ വാക്കുകളും ചേർത്ത് അതിലൊരു പാട്ടുകൾ എഴുതാൻ പറ്റി. അപ്പോൾ അനുരാധ മാം പാടിയ പാട്ടൊക്കെ അതിൽ പെട്ടതാണ്. ആ ഒരു 3 ചെറിയ 2 ബിറ്റ് സോങ്സും പിന്നെ ഒരു ഓൾമോസ്റ്റ് മുഴുവനായിട്ടുള്ളൊരു സോങ്ങും ആ ഭാഷയിൽ അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൊന്ന് പേര് കൊടുക്കണമെന്ന് ജെക്സ് ബിജോയ് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ലിപിയില്ലാത്ത വാക്കുകൾ ആണ്, പറയുന്ന വാക്കുകളാണ്. അപ്പോൾ മൊഴി എന്ന് നമ്മൾ പറയുന്നതിനെ പറയുമല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം, ചലിക്കുന്നത്. അങ്ങനെ മൊഴിക എന്നൊരു പേര് ഞാൻ അതിനിട്ടു. അങ്ങനെ അന്ന് പല പേരുകളും ഇതാക്കിയപ്പോൾ ഇങ്ങനെ ഒരു പേര് ഇട്ടു. അങ്ങനെ ഒരു പാട്ട് ലോക സിനിമയിൽ എഴുതാൻ പറ്റി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നെ ഒരു ഉടച്ചു വാർക്കുക ചെറിയ രീതിയിലെങ്കിലും എന്നൊരു ശ്രമം അങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പറയാവും നല്ലത്. രാജാവിൻ്റെയും പ്രജയുടെയൊക്കെ കാലം നമ്മൾ കഴിഞ്ഞു പോയി. രാജകാലഘട്ടം കഴിഞ്ഞു. നമ്മൾ മനുഷ്യനും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആണത്തമുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു തടി കൂടിയ ആളെ കളിയാക്കുക, ഉയരം കുറഞ്ഞ ആളെ കളിയാക്കുക, വയ്യാത്ത ആളെ കളിയാക്കുക, ഇതൊക്കെ നമ്മുടെ ഇതിന്ന് പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് അതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സാമൂഹ്യ സാക്ഷരത എന്നൊന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമൂഹ്യ സാക്ഷരത അത് നമ്മളൊക്കെ കൂടി ഈ സമൂഹത്തിൽ നിന്ന് നേടേണ്ട ഒന്നാണ്. അത് നമുക്ക് പോലും അതിലെവിടെയാണ് തെറ്റ് പറ്റേണ്ടത് എന്ന് അറിയാത്തൊരു കാര്യമാണ്. ഈ സാമൂഹ്യ സാക്ഷരത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള എല്ലാവരും ആർജിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളപ്പോൾ ശരിയാണ്, നമ്മൾ മുൻ ശീലത്തിന് അനുസരിച്ച് അതിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവില്ല, നമ്മളുടെ ശീലങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും നമ്മളത് കൊണ്ടുവരുന്നത്. പക്ഷെ ആ സാമൂഹ്യ സാക്ഷരത നമ്മൾ കൈവരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു പൗരൻ എന്നുള്ള നിലയ്ക്ക്. തീർച്ചയായിട്ടും അത് ഒരു പാട്ട്, ഈ സാമൂഹ്യ സാക്ഷരതയും ഈ രാഷ്ട്രീയ ശരിയുമൊക്കെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പാട്ടെഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉണ്ടാവും. നോക്കൂ, നമ്മൾ ജീവിക്കുന്ന സമൂഹം ഒരുപാട് പല ജെൻഡേഴ്സുള്ളൊരു ഇടമാണ്. അവരൊന്ന് എഴുതിയിരുന്ന സമയത്ത് ആ രീതിയിൽ അങ്ങനെ വന്നൊരു കാലത്തല്ല അവർ വന്നത്. ഞങ്ങൾ വരുമ്പോൾ ആ റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഞാൻ പക്ഷേ അതിനെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എന്നതിലപ്പുറം ഒരു പാട്ടെഴുത്തുകാരനപ്പുറം, ഒരു ആർട്ടിസ്റ്റിനപ്പുറം ഒരു പൗരനാണ്, ഒരു മനുഷ്യനാണെന്നുള്ള നിലയ്ക്ക് ആ സ്വാതന്ത്ര്യമില്ലായ്മയെ ഒരു പ്രതിബദ്ധതയായി എടുക്കുക, അതിനെ മറികടക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. അതിന് സത്യം പറഞ്ഞാൽ
ഇന്നത്തെ ജെൻസിയും ജെന്നാൽഫയും ഉൾപ്പെടെയുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രതീക്ഷയുണ്ട്. അവരെപ്പറ്റി നമ്മൾ പലതും പറയുമായിരിക്കും, പക്ഷേ അതിലൊക്കെ അപ്പുറം അവരിൽ ഇത്തരത്തിലുള്ള ഈ ജെൻഡർ ഇക്വാലിറ്റിയും ഇപ്പം ഈ നമ്മൾ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങളും, ജാതിയിലുള്ള ഈ ജാതിബോധം, ഇതൊക്കെ കളഞ്ഞ് ഉള്ള ഒരു വളരെ ഓപ്പണായിട്ടുള്ള കുട്ടികളാണ്. അവർ ചെയ്യുന്നത് നമുക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ കാണാം. ഇത്തരം കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ അവരെ കൂടി മാതൃകയായിട്ട് എടുക്കാൻ, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അവരെ കൂടി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അല്ലെങ്കിൽ പരിമിതിക്കപ്പുറം അതൊരു പ്രതിബദ്ധതയായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഒരു ഇതിന് ഇപ്പോൾ നമ്മുടെ ഇടയിൽ കണ്ണട വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പലർക്കും പല രീതിയിലുള്ള കണ്ണടയും പലർക്കും പല രീതിയിലുള്ള അതിൽ പല രീതിയിലുള്ള ലെൻസും ആയിരിക്കും. ഞാൻ പറയുന്നത്, ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കാനാണ്. ഒരു കാലത്ത് സംഭവിച്ചതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, വയലാർ രാമവർമ്മയുടെ ആ പാട്ടിൽ, ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിലും ഭാസ്കരൻ മാഷിൻ്റെ ഒരു പാട്ടിൽ, ഇനി തമ്പി സാറിൻ്റെ ഒരു പാട്ടിൽ, ONV സാറിൻ്റെ ഒരു പാട്ടിൽ, അല്ലെങ്കിൽ പാട്ടിനെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു ലെൻസ് കൂടി വെച്ച് നമ്മൾ കാണണം എന്നെനിക്ക് തോന്നുന്നു. ഇത്തരം പല കാര്യങ്ങളിലും നമ്മൾ ഈ കാലത്തിൻ്റെ ഒരു ലെൻസ് വെച്ചിട്ട് അതിനെ നോക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ കാലത്തിൻ്റെ ലെൻസ് വെച്ച് നമുക്ക് ഈ കാലത്ത് നോക്കാം. ആ കാലത്ത് ഇതായിരുന്നില്ല സാമൂഹ്യ പരിസ്ഥിതി, ആ കാലത്ത് ഇതായിരുന്നില്ല മനുഷ്യൻ കൈവരിച്ച സാമൂഹ്യ സാക്ഷരത, ആ കാലത്ത് ഇതായിരുന്നില്ല ചുറ്റുപാട്, ആ കാലത്ത് ഇതായിരുന്നില്ല സിനിമയിലെ സിറ്റുവേഷൻസ്. ആ കാലത്ത് എഴുതപ്പെട്ട പാട്ടുകൾ പലപ്പോഴും ഓരോ കാലത്തിൻ്റെയും ആ കാലത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെയും കണ്ണാടിയാണ്. അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാലത്തിൻ്റെ ലെൻസ് കൂടി വെച്ച് നോക്കണം എന്നെനിക്ക് തോന്നാറുണ്ട്. കവിതയിൽ പാട്ടാവാം, പാട്ടിൽ കവിതയുമാവാം. പക്ഷെ കവിത പൂർണ്ണമായും പാട്ടല്ല, പാട്ട് പൂർണ്ണമായിട്ടും കവിതയല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാനതിന് തമാശയ്ക്കൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കവിത, ഇപ്പോൾ ഏത് കവിതയായാലും, അപ്പോൾ മന്ദമന്ദമെന്താഴും മുഗ്ധമം മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി, ശങ്കരക്കുറുപ്പ് സൂര്യൻ. ഇതിൻ്റെ ഉള്ളിൽ അടരുകളുണ്ടാവും. വൈലോപ്പിള്ളി എഴുതുമ്പോഴും ജി എഴുതുമ്പോഴും ആശാൻ്റെ ആണെങ്കിലും ആരിലും ഉണ്ടാവും, അടരുകളുണ്ടാവും. ഇപ്പോൾ വയലാറിൻ്റെയൊക്കെ പാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് അടരുകളുണ്ട്. ഞാൻ ആ പോയിന്റിലേക്കല്ല വരുന്നത്. നമ്മളിപ്പോൾ കവിത എന്ന് പറയുന്നതിൽ ആ വാക്കും നിശബ്ദതയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി അല്ല, എൻ്റെ ഇടയിലുണ്ടായിരുന്ന മോഹൻ സിത്താര സാറും കൈതപ്രസാറും ഉള്ള ഒരു പാട്ടാണ് ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട നിൻ്റെ തൊട്ടു നോട്ടം ഇഷ്ടമല്ലട. ഇത് എഴുതി വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, നിൻ്റെ തൊട്ട് നോട്ടം, നീ എന്നെ തൊടുന്നത് ഇഷ്ടമല്ല, നീ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. അവിടെ മോഹൻ സിത്താരയുടെ സംഗീതം വരുമ്പോൾ ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതായത് വളരെ വിരുദ്ധമായിട്ടുള്ള അർത്ഥം സംഗീതം കൊണ്ട് വരുന്നു. അവിടെ സംഗീതം, ഒരു കവിതയിൽ വാക്കും നിശബ്ദതയാണ് കോമ്പോണൻസ് എങ്കിൽ, ഈ പാട്ട് വരുന്ന സമയത്ത് അവിടെ സംഗീതം കൂടി ഭാഷയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥലത്ത് വാക്കും നിശബ്ദതയാണ്, ഞാൻ അതിൻ്റെ അർത്ഥതലത്തിലേക്കല്ല കടക്കുന്നത്. വാക്കും നിശബ്ദതയാണ് കോമ്പോണൻസ് എങ്കിൽ ഇപ്പുറത്ത് വാക്കും നിശബ്ദതയും സംഗീതമുണ്ട്. അപ്പോൾ അത് പാട്ടിൽ കവിതയാവാം, കവിതയിൽ പാട്ടാവാമെങ്കിൽ ഇത് രണ്ടും രണ്ട് തന്നെയാണ് എന്നൊരു ബോധ്യമുണ്ട്. ഞാൻ എഴുതി വന്ന സമയത്താണെങ്കിൽ, പാട്ട് എഴുതുന്ന സമയത്തൊക്കെ ഈണത്തിനനുസരിച്ചാണ് ഞാൻ 99% പാട്ടുകളും എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ്. അതുകൊണ്ട് രണ്ടും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. അതിന് പരിമിതി ചിന്തിക്കാനില്ല. ഇനി പരിമിതി ചിന്തിക്കാന്നപ്പുറം ഇപ്പോൾ ജീവാംശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈലാഗമ എന്ന് പറയുന്ന പാട്ടൊക്കെ ആ ഈണത്തിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു സൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ് എനിക്കുണ്ടായത്. അല്ലെങ്കിൽ ഞാൻ എഴുതുമായിരുന്നില്ല. അപ്പോൾ അതിനും ഈണത്തിന് എഴുതുമ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ട്. പരിമിതി നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൽ ചില അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും രണ്ട് കമ്പാർട്ട്മെൻ്റായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്.
കവിത അങ്ങനെ എഴുതി കൊടുത്ത് പാട്ടാ എൻ്റെ ഒരു കവിത എടുത്ത് പാട്ടാക്കിയ അനുഭവം എനിക്കില്ല. പക്ഷേ വരി എഴുതാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചില വരി എഴുതി ഈണം ചെയ്യാം. ബിജു ബാലേട്ടൻ്റെ കുറേ പല പാട്ടുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോപി സുന്ദരമായിട്ട് ചേർന്ന ഒടുവിലെ യാത്രയ്ക്കായി എന്ന് പറയുന്ന, ഇപ്പോൾ പല ഫ്യൂണറലുകളിലും ഉപയോഗിക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ട് ഞാൻ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്തത്. അതുപോലെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു കാടകലം എന്ന് പറയുന്ന മൂവിയിലെ കണ്ണീര് കടിഞ്ഞൂൽ പെറ്റുണ്ടായ കരിങ്കനിയെ എന്ന് പറയുന്നത്. അത് ഞാൻ എഴുതിയിട്ടാണ് ഈണപ്പെടുത്തിയത്. എം ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ വാതുക്കൽ വെള്ളരിപ്രാവൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു ട്യൂൺ തരും, ഒരു പല്ലവിയുടെ ഒരു ഭാഗത്തിന്. അത് നമ്മൾ വരി എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്നോട് എഴുതാൻ പറയും. അടുത്തൊരു 2-4 വരി ഞാൻ എഴുതി അതിന് അദ്ദേഹം ഈണപ്പെടുത്തും. അങ്ങനെയാണ് ആ പാട്ടുകളിൽ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഞാൻ എഴുതിയൊരു കവിത എടുത്തിട്ട് പാട്ടാക്കിയ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു തരം, ഞാൻ ചിന്തിക്കുന്ന ഈ ഒരു പരിധിവരെ ഉണ്ടെന്ന് പറയാം. ഇതൊക്കെ ഒരു ഭാവുകത്വ പരിണാമം വളരെയധികം പാട്ടിൽ സംഭവിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി, സിനിമയ്ക്ക് പാട്ടുകൾ വേണം എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ മാത്രമായിരിക്കും ഇത്. അവിടെ നിന്നും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ കുട്ടികളും, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഏത് നാട്ടിലുള്ള ഭാഷയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊറിയനിൽ എഴുതുന്ന കുട്ടികളെ ഞാനിപ്പോൾ അടുത്ത് കണ്ടു. അങ്ങനെ പല ഭാഷകൾ അറിയുന്നവരും പല സിനിമകൾ അറിയുന്നവരും അതിർത്തികൾ ഈ രീതിയിൽ മായ്ച്ചു കളഞ്ഞ് മുന്നോട്ട് പോകുന്നവരുമാണ്. അങ്ങനെ മായ്ച്ചു കളഞ്ഞ് മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഒരുപക്ഷെ സിനിമകളിൽ പാട്ടുകൾ തന്നെ നമ്മുടെ അവിടെ കുറയുന്നുണ്ട്. മാത്രമല്ല പാട്ടുകളിൽ ഒരു ധർമ്മം മാറുന്നുണ്ട്. ഇപ്പോൾ പാട്ടുകളുടെ ഇടയ്ക്ക് ചിലപ്പോൾ സംഭാഷണം വന്നുകൊണ്ടും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പാട്ടുകൾ വളരെ ഷോർട്ടായിട്ടുള്ള സോങ്സായിട്ട് മാറിയിട്ടുണ്ട്. പാട്ടുകൾ ഒരു പരിധിവരെ ഒരു സിനിമയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ പ്രമോ സോങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പ്രമോ സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രമോ ആണ്, ഒരിക്കലും ചിലപ്പോൾ ആ സിനിമയിൽ തന്നെ കാണണം എന്നില്ല ആ പാട്ടുകൾ. അപ്പോൾ ആ രീതിയിലൊക്കെ പാട്ടുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഭാവുകത്വ പരിണാമം ഓരോരുത്തരുടെ ഇതിൻ്റെ പരിണാമമാണ്. എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ മലയാളത്തിലൊന്നും അത്ര തന്നെ വരുന്നുണ്ടെങ്കിലും കുറേ കൂടി ശക്തമായിട്ട് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് സോങ്സാണ്. ഇൻഡിപെൻഡൻറ്റ് സോങ്സ് എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് എത്താവുന്ന പാട്ടുകൾ ഇവിടെ ഉണ്ടാവുക. പുറത്തൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. പണ്ടും നമ്മുടെ അവിടെ ഇപ്പോൾ ലളിതഗാന പാരമ്പര്യമാണെങ്കിലോ അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ ധാരാളം പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സ്വതന്ത്രമായിട്ടുള്ള സംഗീതം വരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രതിവിധി. കാരണം സിനിമയിൽ എത്ര കാലം പാട്ടുണ്ടാവും എന്നറിയില്ല, ശുഭാപ്തി വിശ്വാസത്തിൽ പാട്ടുണ്ടാവാം എന്ന് വിചാരിക്കാം. പക്ഷേ അത് പാട്ടില്ലെങ്കിലും മുന്നോട്ട് പോകാം. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിലെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർസിൻ്റെ വെച്ച് ജോൺസൺ മാഷിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വെച്ചിട്ടുള്ള ഷോസ് വന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്പോട്ടിഫൈവിലൊക്കെ നമ്മളൊരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് മാത്രം കേൾക്കുന്ന അവസ്ഥ, അതിനുള്ള സാഹചര്യമുണ്ട്. അത് കേൾക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഇതിൻ്റെ ടേസ്റ്റുകൾ മാറുന്നുണ്ട്. പണ്ട് ഒരു 10 കൊല്ലത്തിലാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് എങ്കിൽ ഇന്ന് ഒരു കൊല്ലം കഴിയുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഇതെന്ന് പറയുന്നത് 40 മിനിറ്റിലേക്കൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും, ഞാനെപ്പോഴും നോക്കാറുണ്ട്, എൻ്റെ അച്ഛൻ പോലും ഇപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ 90 സെക്കൻഡിലേക്കും 60 സെക്കൻഡിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാറുന്നതിനനുസരിച്ച് ഇതും മാറും എന്ന് തന്നെയാണ്. എല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ അറ്റയർ, മറ്റേ കോസ്റ്റ്യൂം, ഇതൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ അഭിനയത്തിൻ്റെ രീതി മാറുന്നുണ്ട്, സംഭാഷണങ്ങൾ മാറുന്നുണ്ട്, തിരക്കഥയുടെ രീതി മാറുന്നുണ്ട്, സിനിമയുടെ ടേക്കിംഗ് മാറുന്നുണ്ട്. അതിനനുസരിച്ച് സംഗീതത്തിൻ്റെയും മാറും എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും
കഴിഞ്ഞ ദിവസം ഞാനതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അവാർഡൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്, എൻ്റെ പോസ്റ്റല്ല. അഭിനയത്തിന് സമ്മാനം കിട്ടിയവരെ സത്യം മാഷായിട്ടോ നസീർ സാറായിട്ടോ അവരൊന്നായിട്ട് PJ ആൻ്റണി സാറായിട്ടോ ഇവരായിട്ടൊന്നും താരതമ്യം ചെയ്യുന്നില്ല. സംവിധാനത്തിന് പുരസ്കാരം കിട്ടിയവരെ പത്മരാജൻ, ഭരതൻ, ആ ഒരു KG ജോർജ് ആ ശ്രേണിയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അതുപോലെ വേറെ പലതും, ക്യാമറ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. സംഗീതത്തിന് കിട്ടുന്നവരെ കമ്പയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗായകരെയോ അങ്ങനെ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ പുതിയ ഒരു പാട്ടെഴുത്തുകാരന് പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പഴയ ആളുകളെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു പറഞ്ഞു. ഇതിന് മാത്രമേ കമ്പാരിസൺ ഉള്ളൂ എന്ന്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം ആളുകളുടെ ഉള്ളിൽ വരികൾ ഉള്ളതുകൊണ്ടും പാട്ടിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ പഴയ കാലത്തെ ഒരു പാട്ട് നമുക്കിന്ന് ഓർമ്മയുണ്ടാവും, പക്ഷെ ഞാനൊരു പാട്ട് എടുത്ത് പറഞ്ഞില്ല, ആ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പാട്ട് എല്ലാ കാലത്തും ആളുകളിൽ ജീവിക്കുന്നുണ്ട്. പാട്ട് ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ചിത്രചേച്ചിയുടെയൊക്കെ ഇൻ്റർവ്യൂവിലുണ്ട്, ഒരു ചിത്രചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാതെ തിരിച്ചു പോന്നു. അങ്ങനെ പാട്ടുകൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയുടെ ഭാവുകത്വം മാറുന്നതിനനുസരിച്ച് പാട്ടുകളുടെ എണ്ണം കുറയാം, പാട്ടുകളുടെ വരി കുറയാം, പാട്ടുകളുടെ സ്വഭാവം മാറും, പാട്ടേ ഇല്ലാതെയാവും. പക്ഷെ അതിനൊക്കെ ഒരു ബദൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വതന്ത്ര സംഗീതം കുറെ കൂടി ശക്തമായിട്ട് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്.